ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 എത്രയെത്ര മഹാരഥന്മാരുടെ സംഗതികൾ വീണ തറവാടായത്. ഇപ്പൊ ആരും വരാണ്ടായി. ഇപ്പൊ നാം ഒരു പാട്ട് കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യേണ്ട അവസ്ഥയാ. എന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു അനന്തരവൻ ചെറുക്കനെ വെച്ചതാ. സൂര്യൻ വന്ന് രാവിലെ അവന്റെ മുഖത്ത് നോക്കി കോട്ടവായിട്ടാലും അവൻ എഴുന്നേക്കില്ല. പക്ഷേ ഇപ്പൊ രാവിലെ ഇവൻ എവിടെ പോയാണാവോ? അമ്മാമേ, മനു. അയ്യോ, എന്റെ ഉണ്ണി വന്നു. ഒച്ചക്ക് എന്താ പറ്റി? കയ്യിന്ന് പോയതാ. കയ്യിന്നല്ലോ, വായിന്നല്ലേ ഒച്ച പോകുന്നത്. എവിടെയായിരുന്നു? അമ്മാമേ, ഇന്ന് അമ്മാമ്മയുടെ പിറന്നാളല്ലേ? ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി അമ്മാമ്മയ്ക്ക് വേണ്ടി വഴിപാടൊക്കെ നടത്തിട്ട് വരുവാ. ഓ, അമ്മാമ്മയോട് നിനക്ക് സ്നേഹമൊക്കെ ഉണ്ടോ? സ്നേഹമുണ്ട്. ആട്ടെ, എന്തൊക്കെ വഴിപാടാ കഴിച്ചതാ? ധാര. അതാരാ? അവിടെ ആരുമില്ല, ധാരയാ നടത്തിയെന്ന്. ഓ, പിന്നെന്താ നടത്തി? ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്, ഒരു സെൻട്രൽ വിളക്ക്. സെൻട്രൽ വിളക്കോ? മുന്നിലും പിന്നിലും നിന്ന് കത്തുന്നുണ്ടല്ലോ. ഇനി നടക്കൂടെ നിന്ന് കത്തി അമ്മമ്മയ്ക്ക് പുളിക്കൂ. എനിക്കൊരു പുളിക്കലും ഇല്ല. അനുവേ, എന്റെ പിറന്നാളായിട്ട് സദ്യവട്ടം എങ്ങനാ? സദ്യക്ക് വട്ടത്തിൽ പപ്പടമാ. എനിക്കിട്ടുണ്ടാക്കല്ലേ. നിർത്തി. ഈ സദ്യവട്ടം ആരെ ഏൽപ്പിച്ചിരിക്കണതാ? അയ്യോ, സദ്യവട്ടം ഏൽപ്പിച്ചിരിക്കുന്നതേ നമ്മുടെ ചിറക്കലെ പ്രമോദിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ പ്രമോദിന്റെ സദ്യ എങ്ങനുണ്ട്? അയ്യോ, അമ്മാവൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. പ്രമോദ് സാമ്പാർ വെച്ചാൽ കേമം. ഓ, പ്രമോദ് അവിയൽ വെച്ചാൽ കെങ്കേമം. ഓ, പ്രമോദ് കൂട്ടുകറി വെച്ചാലോ ബഹുകേമം. പായസം വെക്കില്ലേ? അടപ്രമോദ്. അടപ്രമോദോ? അടപ്രഥമൻ. അങ്ങനാണ്. എന്റെ പിറന്നാളായിട്ട് ആഗ്രഹം ചെസ് കളിക്കാൻ വരിക. എന്റെ ദൈവമേ, ഇങ്ങനെ ചെസ് കളിച്ച കൊതി തീരാത്ത ഒരു മനുഷ്യൻ. എന്റെ അമ്മാവ ഈ ചെസ് കളിയൊക്കെ നിർത്തി മടുത്തില്ലേ ഇത്? നീ എന്തൊക്കെയാ ഈ പറയണതാ? ഈ ചെസ് ബോർഡും ഞാനും തമ്മിലുള്ള ബന്ധം എന്താ നിനക്കറിയോ? ഇല്ല, എന്തോ സംഭവം? ഇത് വെറും ഒരു ചെസ് ബോർഡ് അല്ല. പിന്നെ എടാ, ഈ ചെസ് ബോർഡ് ഞാൻ എന്റെ അച്ഛന്റെ സ്ഥാനത്താ കാണുന്നതെന്നാ. എന്തോ സംഭവം? അതെനിക്കറിയത്തില്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എന്റെ അച്ഛനും തമ്മിൽ ഒരു ദിവസം ചെസ് ബോർഡ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് അച്ഛൻ മരിച്ചു. അയ്യോ, എന്തോ അറ്റാക്ക് കൊല്ലുമായിരുന്നു? എടാ, ഈ കള്ളക്കളവൻ കളിക്കുന്നതിനിടക്ക് കള്ളക്കളി എടുത്തെന്ന് ഞാൻ കുതിര എടുത്ത് തലക്കൊരു അടിവെച്ചു കൊടുത്തു. ഓട്ടിൽ മരിച്ചു. അപ്പൊ കേസൊന്നും ഇല്ലായിരുന്നു? കുതിര ചവിട്ടി കൊന്ന കേസ് എങ്ങനെ എടുക്കാരാ? ഞാനേ ഒരു കാര്യം അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പറഞ്ഞോളൂ. അമ്മാന് ഒത്തിരി സ്വത്തുക്കളുണ്ടല്ലോ, അനന്തരാവകാശികളുമില്ല. ഇല്ല. അതുകൊണ്ടേ കല്യാണം തീരുമാനിച്ചാൽ തീരുമാനിക്കാം. നന്നായി. ഇത് ഞാൻ നിന്നോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അറിയില്ല. കുട്ടി എങ്ങനുണ്ടാ? കുട്ടി ഞാൻ കാണിച്ചു തരാം. അതാണ് ചോദിക്കേ. നോക്കിയാ ആര്യ കൊള്ളാവോ? കൊള്ളാം. നന്നായിരിക്കണോ? ഈ കുട്ടിയോട് എന്റെ പ്രായത്തിന്റെ കാര്യമൊക്കെ നീ പറഞ്ഞോ? പിന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മാന് 75 ദിവസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. സാരമില്ല, ഈ സ്വത്തൊക്കെ ഉള്ളത് കൊണ്ട് പ്രായം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എന്റെ കല്യാണം കൊണ്ട് നടത്തുക. ശരി അമ്മാവ. അമ്മാവന്റെ കല്യാണം? അമ്മാവ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ എന്റെ കല്യാണക്കാര്യം ഞാൻ പറഞ്ഞു. എടാ, നിനക്ക് കല്യാണ പ്രായം ആയില്ലാന്ന് ആര് പറഞ്ഞു? കുളക്കടവിലെ ചേച്ചിമാടി എന്ന് ചോദിച്ചു നോക്കുന്നത് എപ്പോഴും പറയും ചെറുക്കനെ കെട്ടിക്കാറായിരുന്നു. വൃത്തികെട്ടവന്. അമ്മാവ ഞാൻ 10 കൊല്ലം കൊണ്ട് പ്രേമിക്കുന്ന പെണ്ണാണ് ഇത്. പെണ്ണൊന്നും വിളിക്കരുത്, അമ്മായി. അമ്മായി എന്ന് വേണം വിളിക്കാൻ. എന്റെ ദൈവമേ, ഈ കുടുംബി അഴിഞ്ഞു പോയ 4 പേര് സഹായിച്ചാലേ പുള്ളിക്ക് ഇതെടുത്തൊന്ന് കെട്ടാൻ പറ്റത്തുള്ളൂ. കല്യാണം കാച്ചാൻ നടക്കുക. ഞാൻ ഈ മുണ്ടങ്ങോട്ട് മടക്കി കുത്തിയുണ്ടല്ലോ, വെറും കൂറയാണ്. അവൻ കെട്ടാൻ നടക്കുന്നത്. എന്റെ കല്യാണം മര്യാദ നടത്തില്ലെങ്കിൽ തറവാടിന് പുറത്താ. നീ പറഞ്ഞില്ലെന്ന് വേണ്ട. ഫോണും മാറ്റി ഭീഷണിപ്പെടുത്തിട്ട് ഒച്ച പെണ്ണെ കെട്ടാൻ നടക്കുന്നത് ശുഭൻ. 75 വയസ്സുള്ള കളവനല്ലേ ഇന്ന് പോകും നാളെ പോകുന്നു പറഞ്ഞ് സ്വത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കോ. എന്തായാലും നാണ്ടാ എന്റെ പെണ്ണിനെ കൂടെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഹലോ, ബോംബെ 6ാം റൗണ്ടിൽ കൊടുക്കുക. അതെ, അമ്മാവനെ ഇനി വെച്ചോണ്ടിരുന്നാൽ ശരിയാകത്തില്ല. അമ്മാവൻ ഇപ്പൊ സ്വത്തും തരത്തില്ല, എന്റെ പെണ്ണിനെ കൂടെ തട്ടിയെടുക്കുവന്ന്. അതുകൊണ്ട് അമ്മാവനെ കൊല്ലുന്ന കാര്യം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. കൊല്ലാൻ നിങ്ങൾ പറഞ്ഞു വിട്ട കൊലയാളി ഇപ്പൊ തന്നെ ഇവിടെ എത്തിയിരിക്കണം കേട്ടോ. പറഞ്ഞേ. തെക്കം കാറ്റടിക്കുന്നുണ്ട്, കുട പറന്നു വരുന്നില്ല ഇത്. അയ്യോ, കുഞ്ഞാവ കൊടക്കാത്ത കയറി എങ്ങോട്ട് പോവാ? കുഞ്ഞാവല്ലെന്ന് പിന്നെ മോഹൻലാലൊക്കെ വന്ന മാതിരി ഒരു എൻട്രി പെൻസിന് കൊട തരാൻ പറഞ്ഞപ്പോ ഏതാണ്ട് ലോട്ടറിക്കാരുടെ കൊട തന്നേക്കുവന്നേ. അല്ല, എനിക്ക് ആളെ മനസ്സിലായില്ല. ഞാൻ ബോംബെന്ന് വരുവാ.
കില്ലർ സെബാട്ടി. എന്താട്ടീന്ന്? സെബാട്ടി, കില്ലർ സെബാട്ടി. പിന്നെ രാംറാവ് പറഞ്ഞു വിട്ടേ. അതെ. ഓക്കെ. നേരത്തെ ഈ കൊന്നു പരിചയമുണ്ടോ? പിന്നെ അമ്മച്ചിയുടെ തലയിലെ പേന മൊത്തം ഞാനല്ലേ കൊല്ലണത്. പേനെ കൊല്ലുന്ന കാര്യമൊന്നും ഈ ആളുകളെ കൊന്നിട്ട് പരിചയമുണ്ടോന്നു? ആളുകളെ കൊന്നിട്ടിട്ട് പരിചയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ജീവനുണ്ടെങ്കിൽ ഒരു 10 രൂപ കടം ചോദിക്കാം, അത് തിരിച്ചു ചോദിക്കുമ്പോ വേണേ കൊല്ലാം. അയ്യോടാ, ഇത് എന്തൊരു എന്റെ പൊന്നു കൂട്ടുകാരാ, നിങ്ങൾക്ക് ഈ അധോലോകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ചോട്ടാ രാജൻ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉടുപ്പിടാതെ മുണ്ട് തേടി ഇങ്ങനെ ഉടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറുക്കനല്ലേ? അത് ചോട്ടാ ഭീം. അപ്പൊ ഇത് ചോട്ടാ ഷക്കീൽ എന്ന് കേട്ടിട്ടുണ്ടോ? മുംബൈ നഗരത്തെ കിടുകിട വിറപ്പിക്കുന്ന അധോലോക നായകന്മാരാ. അയ്യോടാ, ഇടയ്ക്കിടയ്ക്ക് ഞാനും വിറപ്പിക്കും. അതെന്തിനാ ഇവരില്ലാത്തപ്പോ വിറപ്പിക്കുന്നത്? ഇവിടെ ഉള്ളപ്പോ വിറപ്പിക്കാൻ ചെന്നേണ്ടി അവന്മാരെന്നെ പറപ്പിക്കും. അറിയാമോ? ഈ പുള്ളി വന്നപ്പോ മുതൽ ഇവിടെ നിന്ന് വെറുപ്പിക്കുവോ? അല്ല, ചേട്ടൻ വന്നപ്പോഴേ ഇവിടെ വിറച്ചു എന്ന് പറഞ്ഞതാ. അപ്പോൾ ആരെയാണ് കൊല്ലേണ്ടത്, എങ്ങനെയാണ്, എപ്പോഴാണ് കൊല്ലേണ്ടത്? കൊല്ലേണ്ടത് എന്റെ അമ്മാവൻ തമ്പുരാനെ. ഓക്കേ. അമ്മാവനെ കൊന്നാലേ ഈ സ്വത്തൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അമ്മാവനെ നമുക്ക് തട്ടിയേക്കാം. എങ്ങനെയാണ് അമ്മാവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ചിരിപ്പിച്ചു കൊല്ലാനാണ്? അല്ല, ഈ പെട്ടിയിലിട്ട് അടിച്ച അമ്മാവൻ ചാവുക. അമ്മാവൻ ചാവണമെങ്കിൽ അമ്മാവനെ അടിക്കണം. അതല്ല, നീ നിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നവീന രീതിയിലുള്ള ആയുധങ്ങളാണ് ഇതിൽ. ആണോ? അതെ. തുറന്ന് നോക്കടാ. ശരിയാ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാ. എടാ പൊന്നടാവേ, ഇന്ന് രാവിലെ അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കടം വാങ്ങിച്ചോണ്ട് കൊടുത്താ എങ്ങനെ നോക്കിയത്? ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആയുധം പെട്ടി മാറിപ്പോയി. ഒറ്റ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റാറുന്ന പെട്ടി ഞാൻ എടുത്തോണ്ട് വന്നു. എന്റെ പെട്ടി അവനും കൊണ്ടുപോയി. അതിനകത്ത് വടിവാള്, മലപ്പുറം കത്തി. ഇന്ന് അവിടെ എന്തൊക്കെ ചെയ്യുമെന്നോ? അയ്യോടാ, നമ്മൾ എങ്ങനെ കൊല്ലുക? വഴിയുണ്ട്. നമുക്ക് ഈ സ്നക്കി വെച്ച് വായും മൂക്കും പൊത്തിയിട്ട് ഈ സ്ലേറ്റിന്റെ മൂലയ്ക്ക് അടിച്ചങ്ങോട്ട് കൊന്നാലോ? അന്നേരം അമ്മാവന് വേദന എടുക്കത്തില്ല? വേദന എടുക്കും. സുഖമരണം കൊടുക്കണോ എന്റെ അമ്മാവന്? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. അതിന് പറ്റിയൊരു ആയുധം എന്റെ കയ്യിലുണ്ട്. എന്തുവാ? സോ സിമ്പിൾ. ഇതെന്തോ ഇത്? കോഴിപ്പപ്പ്. കോഴിപ്പപ്പ്? ഇതെന്തിനാ ഇത്? ഈ സാധനം പുള്ളിയുടെ ചെവിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കി കഴിയുമ്പോണ്ടല്ലോ പുള്ളി സൂക്ഷിച്ചങ്ങോട്ട് മരിക്കും. ചിരിച്ചിരിച്ച് മരിച്ചു കഴിഞ്ഞിട്ടല്ലോ നമുക്ക് ഗുണം. എന്ത് ഗുണം? ചിരിച്ച് മരിച്ചു കഴിഞ്ഞാൽ കേസ് ഉണ്ടാവില്ല. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരിക്കൽ പറഞ്ഞ ആയുധമില്ല, ഒരു മൊട്ടുസൂചി പോലും ഇല്ലാതെ അങ്ങോട്ട് എഴുന്നള്ളിയത്. ആയുധമൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാൻ ജനിച്ചപ്പോ മുതൽ എന്റെ കൂടെയുള്ള സംഭവം പുറകിലുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. അതല്ലെന്ന് എടാ, ഈ മറവി എനിക്ക് പതിവാ. എവിടെ പോയാലും എന്തെങ്കിലും മറക്കും. അതുകൊണ്ട് എപ്പോഴും ഈ സംഭവം എന്റെ കൂടെ കാണും. ഇത് കൈവച്ചാണ് ഈ മോണാക്ടൊക്കെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഇങ്ങനൊന്നും അമ്മാവനെ കൊല്ലാൻ പറ്റത്തില്ല. അമ്മാവനുമായിട്ട് എങ്ങനെയും അടുത്തിടപഴകണം. അങ്ങനെയാണെങ്കിൽ അമ്മാവന്റെ വീക്ക് പോയിന്റ് എവിടെയാ? അമ്മാവൻ പാട്ടെന്ന് പറഞ്ഞ ചാവും. അമ്മാവൻ ഈ പാട്ട് പാടുന്നവരൊക്കെ ഇഷ്ടമാ. ആ സൈഡിൽ കൂടെ ഒരു പിടി പിടിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ തട്ടിയിരിക്കും. അറിയാമല്ലോ. ബോംബെ അധോലോകത്തിലെ ഏറ്റവും മെയിൻ പാട്ടുകാരൻ ഞാനല്ലേ. എവിടുന്ന ഈ സംഗീതമൊക്കെ പഠിച്ചേ? അതായത് എന്റെ അച്ഛൻ ബോംബെയിലെ പ്രശസ്തനായ ട്രാക്ക് ഗായകനായിരുന്നു. ട്രാക്ക് പാടിയല്ല എന്റെ അച്ഛൻ മരിച്ചു പോയത്. ഏത് സിനിമയിലെ? സിനിമയിലല്ല, കള്ളും കുടിച്ച് വെളിവില്ലാണ്ട് റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് പാടിക്കൊണ്ടിരുന്ന ജയന്തി ജനത വന്ന് തോണ്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അതെന്തുവാരും ആയിട്ടെ. അപ്പൊ നമ്മളെ അമ്മാവനെ ഇംപ്രസ് ചെയ്യിക്കാനൊക്കെ ഏതാണ് ഒരു സംഭവം കീച്ചുന്ന കിടക്കുന്ന സാധനം കീച്ചു കേട്ടോ. തമ്പുരാനേ തമ്പുരാനേ. മനു, ആരാ അവിടെ? പിടിച്ചു അറിഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഈ അലമാര പുറകിലിരുന്നു. അലമാര പുറകിലിരുന്നു. അവിടെ നിന്നോണേ. ഇവിടെ ഒരു ശരീരം കേട്ടല്ലോ. ശരീരം കേൾക്കുമല്ലോ, കാണുമല്ലേ? സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയാത്ത കൊശവൻ. എന്തെന്ന് പറഞ്ഞാലും എന്റെ പിറന്നാളായിട്ട് ഇങ്ങോട്ടോടെ പോവും. എടാ, എന്റെ പുതിയ ഉടുപ്പൊക്കെ ഇതിനകത്തിരിക്കാന്ന്. അയ്യോ, പുതിയ ഉടുപ്പ് ഇവിടെ ഇല്ല. ഇത് കൊള്ളത്തില്ല. അമ്മ ഞാൻ വേറെ ഉടുപ്പ് വാങ്ങിച്ചു തരാം. വേണ്ടെന്താ, ഞാൻ ഇതിനകത്തിരുന്ന് എടുത്തോളാന്ന്. വേണ്ട മാവ്, ഇത് കൊള്ളത്തില്ലെന്ന്. ഈ ചെറുക്കൻ എന്താ പറയാ? എടാ, എന്റെ പുതിയ ഉടുപ്പും ഷർട്ടും ഒക്കെ ഇതിനകത്തല്ലേ ഇരിക്കണത്. അമ്മ നിന്ന് ഞാൻ വാങ്ങിച്ചായിരുന്നു ഉടുപ്പിട്ട്. എന്തോ ചെയ്യാനാന്ന് പറ. ദാണ്ടൊരു ജെറ്റ് പ്ലെയിൻ പോകുന്നു. എന്ത് അമ്മ? 10-35 വയസ്സുണ്ട്. ജെറ്റ് പ്ലെയിൻ പോണെന്ന് പറഞ്ഞപ്പോ പോയിരുന്നു നോക്കുക. അയ്യോ, മരപ്പട്ടി. അയ്യോ അയ്യോ, മരപ്പട്ടി അല്ല, സെബാട്ടി. എന്റെ ദോസ്ത് സെബാട്ടി. പിറന്നാളായത് അമ്മാനെ വിഷ് ചെയ്യാൻ വന്നതാ. കൊള്ളാം. ബോംബെ എന്നാ വന്നതല്ലേ? എങ്ങനെ മനസ്സിലായി? തമ്പാക്കിന്റെ മണം അടുക്കള വരെ അടിച്ചു. മുംബൈ. അപ്പൊ ഇത് നമ്മളെ ഇങ്ങനെ കാണുന്ന പോലല്ല, പാട്ടുകാരനാണ്. സകലകലാവല്ലഭന പാട്ടുകാരനാ. അങ്ങനാണെങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? പാട്ട് കാച്ചോ? എന്നാ പാടിക്കോ.
ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദോ ആനന്ദോ വരവരാവുന്നേ ആനന്ദോ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം താക്കോലെടുത്ത് കൈ കൊടുക്കുക. ആത്മാവ് സ്വർഗത്തിൽ ചെന്ന് കാണും. എന്നാ പാടിക്കൊണ്ടിരുന്നപ്പോഴേ ചത്തത്. തട്ടിട്ടില്ല. ഹേ, ഹോ. ചെസ് ഇഷ്ടാണോ? ബോംബെ എന്ന് പറഞ്ഞ എന്നോടാ? ഓയ്യാ. ഞാൻ ചെസ് എന്നാ പറഞ്ഞതാ. ആണോ? എന്നാ ചെസ് കളിക്കാൻ പറയാ. വരിക, ആ. ഇരിക്ക. നല്ല അവസരമാണ്. ആ. ചെസ് കളിക്കുമ്പോൾ പുള്ളിക്ക് വേറൊരു ശ്രദ്ധയും കാണത്തില്ല. ഓക്കേ. കിട്ടുന്ന അവസരത്തിന് കീച്ചിക്കോണം. ഓക്കെ, അടിപൊളി. വരിക. വരാം. ഇതാണ് കുതിര. ഈ കുതിരയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? എന്താ? എൽ ഷേപ്പിലാ പോണത്. ആ. അതെന്താന്നറിയാവോ കുട്ടിക്ക്? അതിന് ലേണേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കറക്റ്റ്. ആ. ഇത് പടഹാളി. അപ്പൊ ഇപ്പഴത്തിരിക്കണാണോ ചണ്ടിച്ചങ്കിരി? അല്ല, ഏ? പടവാളി. ചെക്ക്. ചെക്ക്. എന്തൊരു പരിപാടിയാണ്? എന്ത്? ഇവിടെ കിട്ടിയ അവസരത്തിൽ തട്ടത്തില്ലായിരുന്നോ? അയ്യോ. ഇപ്പൊ എന്തോ ചെയ്യാൻ ഓട് വെച്ചത് ആണ്ട്രാ വരുന്നു. മിക്കവാറും ആരെയെന്ന് കത്തി എടുത്തെറിയും കേട്ടോ. കത്ത് കുഴി കിടന്നാലും ചെസ് ബോർഡും കൊണ്ടേ പോകത്തുള്ളൂ. എടാ തോക്കിന്റെ മുമ്പ് നല്ല സ്പോട്ടിൽ കിട്ടിയപ്പോ എന്താ വെടിവെച്ച് കൊല്ലാഞ്ഞതും? പ്രതികാരം ഒരാഴ്ച കഴിഞ്ഞ് ചെയ്ത കുഴപ്പമുണ്ടോ? അതിന് ഒരാഴ്ച താമസിക്കാൻ കാരണം ഈ മുംബൈ പ്രസ് നേരെ ചെന്നൈ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരണം. അതെന്തിന്? ട്രെയിനിൽ വെച്ച് ബർത്തിൽ എന്റെ ഉണ്ടടക്കം മറന്നു വീഴാ. ഓ, എന്റെ ദൈവമേ! ഈടാ നിനക്ക് ആ യാത്രക്കാരോട് ആരോടെങ്കിലും പറഞ്ഞാ പോരായിരുന്നോടാ ആ ഉണ്ട എടുത്തു തരാനെ കൊണ്ട്? എന്റെ പൊന്നേട്ടാ, എന്റെ 5-6 ഉണ്ട് അങ്ങനെ മേളിലിരിക്കാവുന്ന താഴത്തേക്ക് തരാൻ വേണ്ടി പറയാൻ പറ്റുമോ? ആൾക്കാർ എന്ത് വിചാരിക്കും? നിനക്ക് ട്രെയിൻ ചങ്ങനെ വലിച്ചു നിർത്താനെങ്കിലും പറയത്തില്ലായിരുന്നോടാ? അയ്യോ, എന്താണ് ഈ സമയമില്ലാത്ത സമയത്ത് തീരാൻ നേരത്തെ ഇട്ട് തരുന്നത്? എടാ, ചെങ്ങല വലിക്കാനുള്ള പൊക്കൊണ്ടായിരുന്നു എനിക്ക് പോയാ ഉണ്ടെടുക്കാൻ പണ്ടായില്ലേ? തിരുവാലയത്തിൽ ഗുരയല്ലേ ജായകെ.